ചേട്ടാ ചേട്ടാ ഒറ്റ സെക്കൻഡ്. എന്തേ ചേട്ടാ എന്ത് പൊക്ക ചേട്ടാ ചേട്ടന്. അയ്യോ പണിക്കരെ ഒരു ഫോട്ടോ എടുത്തടാ. ചേട്ടാ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. ഗുഡ്, വെരി ഗുഡ്. ചേട്ടൻ സിനിമാക്കാരനാണോ? ജീവിതത്തിൽ ഒരിക്കലും നീ തല കുടിക്കടാ. ഒരാറടി പൊക്കമുള്ള സിനിമാക്കാരനെ കെട്ടുന്ന എന്റെ ജാതകത്തില്. ശരിയല്ലടാ, മാറ്റണം. PHONE ഫോൺ എന്ന പോലെ PHASAL ഫസൽ എന്ന് മാറ്റണം. അതായത് പി ആദ്യം വരുത്തണം. നോക്ക്, പോൾ പാറു പണിക്കർ. കണ്ടോ, നീ മാത്രം ഫസല്. ഭിത്തിയിൽ വല്ലവരും നിനക്ക് കൈവശം തന്നിട്ടുണ്ടോ? സ്മാരക ശിലകളാടാ പണിക്കരെ. നിനക്കെന്താടി നഖം വളരുന്നതിന്റെ സൂക്കര കൂടുതലാണോ? എപ്പോഴും നെയിൽ കട്ടർ ബാഗിലുണ്ടല്ലോ. ടൂൾസ് ആടാ മാപ്പിളെ, ടൂൾസ്. സ്മാരകശിലകൾ, മായാത്ത അടയാളങ്ങൾ. അത്യാസമയത്ത് ഓട്ടക്കാരല്ല എങ്ങനെയാ? ഒന്ന് കൈ കൊടുത്ത് പോ ചേട്ടാ. പൊന്നുമോളെ നീയൊന്നും പറയല്ലേ ചേട്ടാ. ഇതിനകത്ത് വെള്ളമുണ്ടോ? വെള്ളം ഇതാ കൊടുക്ക്. വണ്ടി ഓടിക്കാൻ പറ്റില്ല ചേട്ടാ, ഹർത്താലിന് മാത്രം ഓടിച്ചാൽ സിനിമ കാണാൻ വായു വലിച്ച് ഇങ്ങോട്ട് വന്നത്. ചേട്ടാ, അത് പടം തുടക്കം മുതൽ കാണാനായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് പോകുന്ന വഴി സരിത എന്നാ ഉദ്ദേശിച്ചത്. ഓഹോ, അപ്പൊ ആ പെണ്ണ് ഇപ്പൊ ചാവൂന്ന് പറഞ്ഞ് പരവേശം കാണിച്ചെന്താ? അത് അവർക്ക് റിലീസ് പടം കാണാൻ വരുമ്പോ എപ്പോഴും പരവേശം ഉള്ളതാ. നിന്റെ കെട്ടിക്കാനായിട്ട് എടാ പ്രശ്നമുള്ള എന്നെ കൂടെ കൂട്ടിക്കൊടുത്ത് മറ്റൊരുത്ത പണിയാണ് കേട്ടോ പന്നി. മരോന്റെ മോളൻ ഓക്കേടാ. കിട്ടൂല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞത്. ബാൽക്കണി നൂറേ, ബാൽക്കണി നൂറേ, ബാൽക്കണി നൂറേ, ബാൽക്കണി നൂറേ. കൊടുവാള് എന്തോ ശശിയേട്ടാ, എന്നെ കൊണ്ടാണോ ഓടിയേ? പിന്നെ ശശിയേട്ടൻ അടുത്ത് ടിക്കറ്റ് ഉണ്ടോ? ഒരെണ്ണം പോലുമില്ല, എല്ലാം വെച്ച്. ഓക്കേ, പോട്ടെ. പിന്നെ ടിക്കറ്റ് ഇല്ലാത്ത ശശിയേട്ടനോ?
പൊന്നുമങ്ങളെ ജീവിച്ചോട്ടെ. ബ്ലാക്ക് തന്നാ മതി ശശിയേട്ടാ. 100 രൂപ, അതിൽ നിന്ന് 5 പൈസ കുറവില്ല. അതെന്ത് പണിയാ ശശിയേട്ടാ? 98 ടിക്കറ്റിന്റെ വില 25 രൂപ. അന്നത് ശശിയേട്ടൻ 40 രൂപയ്ക്ക് വിറ്റു. ഇത് 2008. വെറും 10 വർഷത്തെ വ്യത്യാസത്തിൽ ലാഭം 60 രൂപയായിട്ട് കൂട്ടി. ഇത് ന്യായാണോ? ഒരെണ്ണം മാത്രം തരാം. അതെ, എന്റെ പെണ്ണുമ്പിള്ള പിള്ളേരും 1998 ജീവിക്കണത്. അതാദ്യം മനസ്സിലാക്കണം. അതിനെങ്കിലും മനസ്സിലാക്കണം. ശശിയേട്ടാ 4 എണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞത് താങ്ക് യു. ബാൽക്കണി 100 വേണോട്ടാ. ഹൗസ്ഫുൾ. ഇത് പാർവതി അഥവാ പാറു. ഇക്കാര്യം ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഫസൽ. പണിക്കർ എന്ന വർഗീസ് പണിക്കർ. പിന്നെ പോൾസൻ ചെറിയാൻ. അല്ലല്ല, പാറുവിന്റെ ഭാഷയിൽ പോളച്ചൻ എന്ന ഞാനും. വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടുമുട്ടി തുടങ്ങിയ ആത്മസൗഹൃദം അതിന്റെ വേരുകൾ ആഴത്തിലിറങ്ങിയത് വളരെ പെട്ടെന്നാണ്. കൂട്ടത്തിൽ പണക്കാരൻ പണിക്കരാണ്. പണിക്കരെന്നാൽ ഒരു ഹാൻഡി ക്യാമറ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്ക്. അവൻ വെറുതെ ഇരുന്ന് ഞാൻ കണ്ടിട്ടേയില്ല. അസാധ്യ ആർട്ടിസ്റ്റാണ്. ഒരു സംവിധായകനാകുക എന്നതാണ് അവന്റെ ജീവിത ലക്ഷ്യം. പലപ്പോഴായി അവൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് രസകരമായ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കലാണ് മൂപ്പരുടെ ഹോബി. അവന്റെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജാ. അന്ധകാലത്ത് പ്രേമിച്ച് കെട്ടിയതാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, 2 എണ്ണം മുട്ടം വഴക്ക ഫുൾ ടൈം. ചെവിതല കേൾപ്പിക്കില്ല. പണിക്കരുടെ വിധി. ഇവളുടെ തല മുഴുവൻ മ്യൂസിക്കാണ്. എപ്പോഴും കാണും ഒരു ഗിറ്റാർ കയ്യിൽ. സോറി, ഗിറ്റാറല്ല, യൂക്കിലേല. ചെറുപ്പത്തിലെ അമ്മ മരിച്ചപ്പോ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. 2ാമമ്മയെ അംഗീകരിക്കാതെ പാറു അമ്മൂമ്മയുടെ കൂടെ നിന്നാണ് പഠിച്ചതും വളർന്നതും. ഇവിടെ ഇപ്പോ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് പാറു. ഇത് റീന, അവളുടെ റൂംമേറ്റ് ആണ്. പാറുവിന് പല പണികളാണ്. വീക്കെൻഡ്സിൽ പ്രൈവറ്റ് മ്യൂസിക് ടീച്ചർ, ഒഴിവുള്ളപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഗിറ്റാർ വായന, പ്രോഗ്രാമിംഗ് ചെയ്യൽ, പരസ്യങ്ങളുടെ ജിംഗിൾസ് ഉണ്ടാക്കൽ, അങ്ങനെ സംഭവബഹുലമാണ് പാറു. ഒരു കാന്താരി. ഇത് എഴുത്താശൻ എന്ന് പാറു കളിയാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇക്ക. ആളൽപ്പം സൈലന്റ് ആണ്. ഗംഭീരമായിട്ട് എഴുതും, ചുമ്മാ പറയുന്നതല്ല. ഇവന്റെ ഒരു കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ 2 പേനയുണ്ട്. വലം കൈ കൊണ്ട് ആത്മസംതൃപ്തിക്കും ഇടം കൈ കൊണ്ട് വിശപ്പ് മാറ്റാനും എഴുതും. സംശയിക്കണ്ട, പൈങ്കിളി തന്നെ. പിന്നെ ഇവനൊരു പ്രണയമുണ്ട് കേട്ടോ. പേര് റോഷിനി. പൂത്ത കാശുകാരിയാ. ഞങ്ങളുമായിട്ട് അത്ര കമ്പനി ഒന്നുമില്ല, പക്ഷെ പ്രണയം സ്ട്രോങ് ആണ്. ഇനി ഞാൻ പോൾ സിനിമാ നടനാകണം, അതാണ് ലക്ഷ്യം. എന്റെ റൂമിലെ കണ്ണാടിയുടെ വിധി. ഇഷ്ടനടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. MBA കാരനാ. ഒരു ബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗത്തിൽ ജോലി. ഇൻഷുറൻസ് എന്ന് കേട്ടാലേ ആളുകൾ ഓടും, തെണ്ടികൾ. എന്നാലും മാസാവസാനം ഞാൻ ടാർഗറ്റ് തികച്ചില്ല. കൂട്ടത്തിൽ ഏക ദുശീലക്കാരനും ഞാനാണ്. വല്ലപ്പോഴും ഒരു ബിയർ അടിക്കും. പക്ഷെ പാറുവിന് അത് തീരെ ഇഷ്ടമല്ല.
എനിക്കുണ്ട് ഒരു പ്രണയം. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ പല മേഖലകളിൽ പല രീതികളുമായി ഇടപഴകുന്ന ഞങ്ങൾ 4 പേർക്കും പക്ഷെ കണ്ടുമുട്ടിയാൽ പറയാനും കേൾക്കാനും ഒരേ ഒരു വിഷയം മാത്രം: സിനിമ. സിനിമ മാത്രം സ്വപ്നം കണ്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച് അതിന്റെ ലഹരിയിൽ ലയിച്ച് ആസ്വദിച്ച് ആഘോഷിച്ച് നടന്ന ഞങ്ങളുടെ സൗഹൃദം എല്ലാവരും ഞങ്ങളെ സിനിമാ കമ്പനി എന്ന് വിളിച്ചു. കടല 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 എനിക്കിങ്ങ് വേണ്ട. ഗ്യാസാ? എന്താ റോഷിനി നിന്റെ പ്രശ്നം? നീ എന്റെ പ്രശ്നം. നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത? എന്തൊക്കെ ചെയ്താൽ ഞാൻ തിരിച്ചു വരുന്നുള്ള അഹങ്കാരമില്ല നിനക്ക്? അതിനിപ്പോ എന്താ പറ്റിയത്? ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോയി, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരൊറ്റ കുത്തുവെച്ചെന്നുണ്ടല്ലോ, നുണയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ എടുത്തോണ്ട് പോയിട്ട് 4 പേരും കൂടി കറങ്ങാൻ പോയേക്കുന്നു. നേര് പറഞ്ഞ നീ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ? അവള് ഡ്രൈവ് ചെയ്തായിരുന്നു അല്ലേ? അത് അറിഞ്ഞു CBI. ഡ്രൈവിംഗ് സീറ്റിലെ മുടി കണ്ടു. നിന്റെ പ്രശ്നം ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവരൊന്നല്ല, പാറു. അവളല്ലേ നിന്റെ പ്രശ്നം. ഇതാ പറഞ്ഞത്, 2 മല തമ്മിൽ ചേരും, 4 എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ പകുതിയെങ്കിലും പോട്ടെ, അറ്റ്ലീസ്റ്റ് നോണ പറയാതെങ്കിലും ഇരുന്നൂടെ. ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. നീ എഴുതുന്ന കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു വരുമ്പോ എനിക്ക് അറിയാവോ?